നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. മാറാനാത്ത ശുശ്രൂഷകളിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് വലിയ സ്നേഹത്തോടുകൂടി നമ്മോട് അരുളി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള കാര്യം നമ്മൾ ഭയപ്പെടേണ്ട എന്നാണ്. നമുക്ക് നമ്മെ തന്നെ ആ ദൈവത്തിൻ്റെ സംരക്ഷണയിലേക്കും സ്നേഹത്തിലേക്കും സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്കും പരിപാലനയിലേക്കും ഞങ്ങളെ സമർപ്പിക്കുന്നു. ഓരോ ദിവസവും അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മന്ത്രിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നു. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞങ്ങളോട് കൂടെ വസിക്കുന്ന ദൈവമേ, ഞങ്ങളോട് ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്യുന്ന ദൈവമേ, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ വചനം കൊണ്ട് അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഭയപ്പെടേണ്ട മകനേ മകളേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഞാൻ നിന്റെ ദൈവമല്ലേ. എല്ലാ സങ്കടങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. കരയരുതേ ഇനി എൻ കൺമണിയേ, എല്ലാ ഭയങ്ങളും സമർപ്പിക്കാം. കൂടെയില്ലേ, അവിടുന്ന് കൂടെ ഉണ്ടെന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട യേശുവേ, മകനേ മകളേ, അങ്ങ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടല്ലോ യേശുവേ. ഞാൻ നിന്റെ ദൈവമല്ലേ. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ യേശുവേ. കരയരുതേ ഇനി എൻ കൺമണി, ഞങ്ങളുടെ കണ്ണീരൊപ്പാൻ കടന്നു വരണം യേശുവേ. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ദൈവമേ. നമുക്ക് ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. കൂടെ വസിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളുടെ ഭയം വിട്ടുപോകട്ടെ, ശക്തിയും അഭിഷേകവും ഞങ്ങൾ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരിക്കൽ കോട്ടയത്തുള്ള മെഡിക്കൽ കോളേജിലെ രോഗികളെ സന്ദർശിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ കണ്ടുമുട്ടിയ ഒരു ഹൈന്ദവ കുടുംബത്തിൻ്റെ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. രോഗമൊക്കെ ഒത്തിരി മൂർച്ഛിച്ച് ഒരുപാട് സങ്കടപ്പെട്ട് കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ചെന്നു. കുറച്ച് സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഒരുപാട് പേടിയുണ്ടോ, ഒത്തിരി ടെൻഷനുണ്ടോ? പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ കുടുംബം എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: അച്ഛാ, യേശു ഞങ്ങളോട് പറഞ്ഞു ഭയപ്പെടേണ്ട, യേശു ഞങ്ങളോട് അരുളി ചെയ്തു പേടിക്കേണ്ട. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ചോദിച്ചു, എപ്പോഴാണ് യേശു നിങ്ങളോട് സംസാരിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, ഈ മാരകമായ രോഗത്തിൻ്റെ പേടിയൊക്കെ ആയി യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഒരു കോൺവെൻറ്റിൻ്റെ മതിലിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അത് വായിച്ചപ്പോൾ യേശു ഞങ്ങളോട് പറയുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. യേശു ഞങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അവിടെ ഭയമെല്ലാം വിട്ടുപോയി, വലിയ ധൈര്യം ഞങ്ങളിലേക്ക് നിറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. ആ വലിയ സത്യം നമ്മളിൽ നിറയുമ്പോൾ എല്ലാ ഭയവും വിട്ടുപോകും, എല്ലാ പേടിയും വിട്ടുപോകും. നമുക്കറിയാം, ഓരോ പ്രാവശ്യവും യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ യേശു പറയുന്ന കാര്യം ഭയപ്പെടേണ്ട എന്നാണ്. ഒരിക്കൽ കടലിലൂടെ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരുടെ പക്കലേക്ക് വലിയ സ്നേഹത്തോടുകൂടി കടലിൻ്റെ മുകളിൽ കൂടെ നടന്നു വന്ന് യേശു ഇപ്രകാരം അരുളി ചെയ്തു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവർ പേടിച്ചു പോയപ്പോഴാണ് യേശു പറഞ്ഞത്, ഞാനാണ്, ഭയപ്പെടേണ്ട. ഈ ഒരു വാക്യം കേട്ടപ്പോൾ അവരുടെ ഭയമെല്ലാം വിട്ടുപോയി.
വലിയ സന്തോഷവും അഭിഷേകവും വിടുതലും അവർ പ്രാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദ്ധാനം ചെയ്ത യേശു ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന കാര്യം അതാണ്, ഭയപ്പെടേണ്ട. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ ഒരു മനോഹരമായിട്ടുള്ള സംഭവമുണ്ട്. മഗ്ദലന മറിയവും മറ്റേ മറിയവും യേശുവിൻ്റെ ശവകുടീരത്തെങ്കിലേക്ക് വരികയാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ യേശുവിനെ കണ്ടില്ല, പകരം ഒരു ദൂതൻ ആ കുടീരത്തിൽ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. തുടർന്ന് ദൂതൻ പറഞ്ഞു, യേശു ഉദ്ധാനം ചെയ്തു, നിങ്ങൾ പോയി ശിഷ്യന്മാരുടെ കാര്യം പറയുക. അവർ വലിയ സന്തോഷത്തോടു കൂടി ഓടി. അങ്ങനെ അവർ ഓടുമ്പോൾ യേശു എതിരെ കടന്നു വരികയാണ്. യേശു എതിരെ കടന്നു വന്ന് അവരെ അഭിവാദനം ചെയ്തു. 28-ാം അധ്യായം 9-ാം വാക്യം, അവർ അവനെ സമീപിച്ച് അവൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് അവനെ ആരാധിച്ചു. അവിടുന്ന് അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. അവർ അവൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് അവിടുത്തെ ആരാധിച്ചപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. യേശുവിനെ ആരാധിക്കുന്ന ഓരോ മകനോടും ഓരോ മകളോടും യേശു പറയുന്ന കാര്യം ഭയപ്പെടേണ്ട എന്നാണ്, പേടിക്കേണ്ട എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലുള്ള സകല ഭയങ്ങളും വിട്ടുപോകും യേശുവിനെ ആരാധിക്കുമ്പോൾ. എല്ലാ പേടിയും നമ്മുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകും യേശുവിനെ ആരാധിക്കുമ്പോൾ. യേശുവിനെ ആരാധിക്കുന്ന ഒരു മകൻ്റെ ജീവിതത്തിൽ നിന്ന് സകല ഭയങ്ങളും വിട്ടുപോകുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മനോഹരമായിട്ടുള്ള 27-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഇപ്രകാരം പറയുന്നത്, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. കർത്താവ് എൻ്റെ പ്രകാശമാണ്, കർത്താവ് എൻ്റെ കോട്ടയാണ്, അതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടുകയില്ല എന്ന് സങ്കീർത്തകൻ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ എല്ലാ ഭയങ്ങളും യേശുവിനെ സമർപ്പിക്കാം. ഭയങ്ങളെല്ലാം യേശുവിൻ്റെ പാദങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് യേശുവിനെ ആരാധിക്കാം. അവിടുത്തെ ആരാധിക്കുമ്പോൾ സകല ഭയങ്ങളും വിട്ടുപോയി വലിയ സന്തോഷം നമുക്കുണ്ടാകും, വലിയ ധൈര്യം നമുക്കുണ്ടാകും, വലിയ തൻ്റെടം നമുക്കുണ്ടാകും. നമുക്കൊന്നു ചേർന്ന് ആ യേശുവിനെ ആരാധിക്കാം. അവിടുന്ന് ആവർത്തിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മോട് അരുളി ചെയ്യുന്ന കാര്യം നമ്മുടെ ഹൃദയങ്ങളുടെ അന്തരാളങ്ങളിലേക്ക് കടന്നു വരട്ടെ. നീ പേടിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. ഓ യേശുവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് എല്ലാ ഭയങ്ങളെയും ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഒത്തിരി ഭയത്തിൻ്റെ മേഖലകളുണ്ടെന്ന് അങ്ങേക്കറിയാം. ഭാവിയെക്കുറിച്ചുള്ള ഭയമുണ്ട്, ഉത്കണ്ഠകളുണ്ട്, രോഗത്തിൻ്റെ ഭയങ്ങളും ഭീതികളും ഞങ്ങളുടെ മനസ്സിലുണ്ട്, കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ ഞങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ ഒത്തിരി ഭയം ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓ ദൈവമേ, എങ്കിലും അങ്ങ് ആവർത്തിച്ച് ഞങ്ങളോട് അരുളി ചെയ്യുന്നത് നീ ഭയപ്പെടേണ്ട എന്നാണല്ലോ, നീ പേടിക്കേണ്ട എന്നാണല്ലോ, നീ സംഭ്രമിക്കേണ്ട എന്നാണല്ലോ. തമ്പുരാനെ, അങ്ങയുടെ വലിയ ശക്തിയും അങ്ങയുടെ വലിയ അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ ഭയങ്ങളും അങ്ങ് തൂത്ത് കളയണമേ, അങ്ങ് നീക്കിക്കളയണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഭക്ഷിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, അവൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് അവനെ ആരാധിച്ച ആ പാവപ്പെട്ട സ്ത്രീകളോട് ചേർന്ന് നമുക്കും ഒന്ന് ചേർന്ന് അവൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് അവിടുത്തെ ആരാധിക്കാം. അപ്പോൾ അവിടുന്ന് ഭയപ്പെടേണ്ട എന്ന് നമ്മോട് അരുളി ചെയ്യുമല്ലോ. ഒരുമിച്ച് അവിടുത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചും കൂടെ ഹൃദയം നുറുങ്ങി എല്ലാ മക്കളും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. മകനേ, മകളേ, എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഉത്കണ്ഠകളും സമർപ്പിക്കുന്നു. യേശുവേ, യേശുവേ, അവന്റെ നാമത്തിൽ ഭയത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, മകനേ, മകളേ, ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവേ, ഞാൻ നിന്റെ ദൈവമല്ലേ, ഞങ്ങളുടെ കൂടെ വസിക്കണമേ. യേശുവേ, ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളെ തൊടണമേ. യേശുവേ, അങ്ങ് കൂടെ ഉണ്ടെന്നൊരു അനുഭവം നൽകണമേ. അങ്ങ് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം നൽകണമേ.
നിന്റെ യേശുവേ നന്നായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഭയം വിട്ടുപോകട്ടെ. ഭയത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാ ഭയത്തിന്റെ കെട്ടുകളും ഈ നിമിഷം തന്നെ അഴിഞ്ഞ് ദൈവമക്കൾ വിടുതൽ പ്രാപിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അവന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് അവിടുത്തെ ആരാധിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മറനാഥ. പിതാവിൻ്റെ വലതുഭാഗത്ത് മഹിമ പ്രതാപത്തോടെ എഴുന്നള്ളിരിക്കുന്നവനായ യേശു ക്രിസ്തു തിരുസഭയിൽ ദിവ്യകാരുണ്യ രൂപനായി വസിച്ചുകൊണ്ട് തിരുസഭയെ നയിക്കുന്ന രക്ഷിതാവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വീണ്ടും വരും. വാനമേഘങ്ങളിൽ വിജയപ്രതാപവാനായി അവൻ വീണ്ടും വരും. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യേശു വീണ്ടും വരും. ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഒരുപാട് ഞെരുങ്ങുകയാണ്. ഇന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. വിശുദ്ധിയോടെ ജീവിക്കാൻ, പ്രാർത്ഥനയിൽ ജീവിക്കാൻ, ദൈവവേല ചെയ്ത് ജീവിക്കാൻ, സഭയോട് ചേർന്ന് ജീവിക്കാൻ, വചനം അനുസരിച്ച് ജീവിക്കാൻ ഇന്ന് ഞാൻ ഒരുപാട് ഞെരുങ്ങുകയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എന്നരുളി ചെയ്ത യേശുവേ, ഇന്ന് ഞാൻ അങ്ങയുടെ തിരുവചനത്തോട് വിശ്വസ്ത പുലർത്താൻ ഇന്ന് ഒരുപാട് ഭാരങ്ങൾ വഹിക്കുകയാണ്. ഒരുപാട് കഷ്ടതകളുണ്ട്, ഒരുപാട് പരിത്യക്താവസ്ഥകളുണ്ട്, ഒരുപാട് പാപപ്രലോഭനങ്ങൾ, വിശുദ്ധിയോടെ ജീവിക്കാൻ എത്രയോ പ്രതികൂലങ്ങൾ, പിന്മാറ്റത്തിലേക്ക് പോകാൻ എത്രയോ ശക്തമായ പ്രേരണകൾ. കാറ്റും കൊടുങ്കാറ്റും ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിക്കുന്നു. കർത്താവേ, കർത്താവേ, എങ്കിലും ഇതിൻ്റെ എല്ലാം നടുവിൽ കാറും കോളും നിറഞ്ഞ കൊടുങ്കാറ്റടിക്കുന്ന ഈ കൊടും കടലിൻ്റെ നടുവിൽ എന്നെ ഒരു കാര്യം ശക്തിപ്പെടുത്തുന്നു. എൻ്റെ യേശുക്രിസ്തു വീണ്ടും വരും. എൻ്റെ യേശുക്രിസ്തു വീണ്ടും വരും. എൻ്റെ യേശുവിൻ്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വിശുദ്ധിയോടെ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ കഷ്ടങ്ങൾ ഞാൻ കണക്കാക്കുന്നില്ല. യേശുവേ, യേശുവേ, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ കനവോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ കനവോർത്തിടുമ്പോൾ കർത്താവേ, നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. എൻ്റെ യേശു, എൻ്റെ പ്രിയനായ എൻ്റെ യേശു, അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരും. എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയം തുടിക്കുന്നു. എൻ്റെ യേശുവിന് വേണ്ടി ഹൃദയം വാഞ്ചിച്ച് കാത്തിരിക്കുന്നു. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, കാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനെ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, കാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനെ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ കനവോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കർത്താവേ, നിലനിൽപ്പിന്റെ ശക്തി നന്ന് അനുഗ്രഹിക്കണമേ. വീണു പോകുന്ന
വീഴ്ചയുടെ വക്കി നിൽക്കുന്ന മക്കളെ ഓരോരുത്തരെ തുറന്നമേ കർത്താവേ. വീണ്ടും ബലം നൽകി അനുഗ്രഹിക്കണമേ. പിന്മാറ്റത്തിലേക്ക് പോരെ മുൻനിരയിലേക്ക് തിരികെ കൊണ്ടുവരണമേ. ഹല്ലേലൂയ. ദുഃഖവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളാനായി യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. ദുഃഖവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളാനായി യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിൻ കനവോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ എൻ്റെ യേശുവിനെ ഓർത്ത് ജീവിക്കും. എത്ര ശക്തമായ പാപപ്രലോഭനങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ചുറ്റിലും അലയടിച്ചാലും, എത്ര ശക്തമായ അന്ധകാരം എൻ്റെ ചുറ്റിനും ആവരണം ചെയ്താലും, ഞാൻ എൻ്റെ യേശുവിനെ ഓർത്ത് വിശുദ്ധി ജീവിക്കും. എൻ്റെ യേശുവിൻ്റെ രണ്ടാം വരവിൽ വിശുദ്ധിയോടെ കറയോ കളങ്കമോ ഇല്ലാതെ കർത്താവിനെ എതിരേൽക്കാൻ തക്കവണ്ണം യോഗ്യതയോടെ ജീവിപ്പാൻ യേശുവേ ഞാനിതാ തീരുമാനിക്കുന്നു. എൻ്റെ ശിഷ്ടകാലം മുഴുവനും എൻ്റെ യേശുവിന് വേണ്ടി ആത്മാർപ്പണം ചെയ്ത് തീഷ്ണമായി ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ദൈവരാജ്യ വേലയിൽ അടിക്കടി മുന്നോട്ട് പോയി ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ ജീവൻ അർപ്പണം ചെയ്യും. യേശുവേ, കരങ്ങൾ ഉയർത്തി എല്ലാവരും വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. വിശ്വാസമാർഗ്ഗം സംഭവിച്ചവരുടെ മേൽ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. പിന്മാറ്റത്തിലേക്ക് പോകുന്നവരുടെ മേൽ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥന ഉപേക്ഷിച്ചവർ, ദൈവത്തെ ഉപേക്ഷിച്ചവർ, ഉദാസ ചെയ്ത് ഉപേക്ഷിച്ചവർ, സഭ ഉപേക്ഷിച്ചവർ, യേശുവിനെ ഉപേക്ഷിച്ചവർ, വിശ്വാസം ഉപേക്ഷിച്ചവർ ഇപ്പോൾ പുതിയ ശക്തി പ്രാപിക്കട്ടെ, പുതിയ ജനനം പ്രാപിക്കട്ടെ, പുതിയ അഭിഷേകം പ്രാപിക്കട്ടെ. കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവിനെ അന്വേഷിക്കാൻ, കർത്താവിന്റെ കൂടെ നടക്കാൻ, പ്രിയന്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ തക്കവണ്ണം ആന്തരിക ഉണർവ് ദൈവജനത്തിന്റെ മേൽ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അത്ഭുത നാമത്തിൽ, യേശുവിന്റെ അത്ഭുത ശക്തിയാൽ വീണു പോയവർ വീണ്ടും എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 37-ാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പോലെ അസ്ഥികളുടെ താഴ്വരയിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും ആത്മാവ് വീശിയപ്പോൾ കിരുകിരാ ശബ്ദത്തോടെ അസ്ഥികൾ വീണ്ടും ഒരുമിച്ച് കൂടിയതുപോലെ ഒരു മഹാസൈന്യം പോലെ എഴുന്നേറ്റ് നിന്നതുപോലെ ഇപ്പോൾ കർത്താവിന്റെ അനുഭവം നഷ്ടപ്പെട്ട് കർത്താവിനെ ഉപേക്ഷിച്ച് കർത്താവിൽ നിന്ന് അകന്ന് പാപത്തിൽ വീണുപോയവർ യേശുവിന്റെ ആത്മാവിന്റെ വീശലാൽ, യേശുവിന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ വീണ്ടും എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി തന്നെ ഒരുക്കാനുള്ള അഭിഷേകം ഇപ്പോൾ ദൈവം പൈതലിന്റെ മേൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിനമാകയും തന്റെ നാമമഹത്വത്തിനായുസിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനാ ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊടുവിൽ തിരുമാറി മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊടുവിൽ തിരുമാറി മറഞ്ഞിടും ഞാൻ. തിരുമാറി മറഞ്ഞിടും ഞാൻ ലിജോ, കോഴിക്കോട് ജില്ലയിലെ പുല്ലുരാമ്പാറ എന്ന സ്ഥലത്തു നിന്നും വരുന്നു. ഞാനിവിടെ ധ്യാനിക്കുന്നുണ്ടെന്നുള്ള കാര്യം എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല. ഞാൻ ജോലി ചെയ്യുന്നിടത്തും ജോലി ഉപേക്ഷിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ജോലി ഉപേക്ഷിച്ച് ഞാൻ ധ്യാനം കൂടാൻ വന്നതാണ്. ഇതിനു മുമ്പ് 3 പ്രാവശ്യം ഞാൻ ജോലി
ധ്യാനത്തിനായി വരാൻ ശ്രമിച്ച് ഇറങ്ങിയിട്ടും എനിക്കിവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല. അതുകൊണ്ട് എൻ്റെ ജോലി ഉപേക്ഷിച്ച് ഞാനിവിടെ വന്നതാണ്. 8 വർഷം മുമ്പ് ക്രിക്കറ്റ് കളിക്കുക, അന്ന് സ്പോർട്സിൽ പങ്കെടുക്കുന്ന സമയത്ത് ക്രിക്കറ്റ് ബോൾ കൊണ്ട് എൻ്റെ മുട്ടിൻ്റെ ചിരട്ട, ഇടത്തേക്കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട പൊട്ട വിള്ളൽ വീണു. അന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണം. നടക്കാൻ നേരത്തെ അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നു. അന്ന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ഈ ഒരു ചെറുപ്പത്തിൻ്റെ ആ ഒരു ചാവല്യം, മറ്റുള്ളവരുടെ മുമ്പിൽ ഈ മുടന്തി നടക്കണം എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടും വേണ്ടാന്ന് വെച്ച് ആ വേദന സഹിച്ച് ഇത്രയും കാലം ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ചിറ്റപ്പൻ ഈ ധ്യാനകേന്ദ്രത്തിൽ വരികയും ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ മഹിമയെക്കുറിച്ച് പറയുകയും ഇവിടെ ധ്യാനത്തിന് വരാൻ എന്നെ ഇവിടെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് കട്ടിലിൻ്റെ മുകളിലത്തെ ബെർത്തിലോട്ട് കയറി കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. തണുപ്പടിച്ചപ്പം പിന്നെയും വേദന കൂടി. ആ സമയത്ത് ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തൈലം പൂശി പ്രാർത്ഥിച്ച് പറഞ്ഞു, നിന്റെ വേദന സുഖപ്പെടും, നീ കയറി വേണം. അങ്ങനെ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് സ്തുതിപ്പിന് സമയത്ത് ഇവിടെ പ്രേക്ഷിതർ വിളിച്ചു പറഞ്ഞു, ഏകദേശം 25 വയസ്സുള്ള ഒരു യുവാവിൻ്റെ ഇടത്തേക്കാൽ കർത്താവ് സൗഖ്യമാക്കുന്നു. ആ സമയത്ത് മുട്ടുകുത്തി നിൽക്കാൻ പറ്റാതിരുന്ന ഞാൻ മുട്ടുകുത്തി നിന്ന് ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഏതാണ്ട് 8 വർഷമായി 8 വർഷമായില്ലേ അല്ലേ? 8 വർഷമായി മുട്ടിന്റെ ചിരട്ട പൊട്ടിയിരിക്കുകയായിരുന്നു. മുട്ടുകുത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒത്തിരി വേദനയോടെയാണ് നടന്നിരുന്നത്. ഇവിടെ വന്ന് കർത്താവിനെ ആരാധിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ 8 വർഷമായ കാൽമുട്ട് ചിന്നിയിരുന്ന പൊട്ടിയിരുന്ന അവസ്ഥ സുഖപ്പെടുത്തി കർത്താവ് അനുഗ്രഹിച്ചു. കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. Hallelujah, Maranatha.